السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل والصحابة أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. الحمد لله ثم الحمد لله ثم الحمد لله. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പഠിതാക്കളുടെ അതിശക്തമായ ആവശ്യപ്രകാരം തഫ്സീറുൽ ജലാലൈനിയുടെ ദർസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അല്ലാഹു ജല്ല വഅല നമ്മുടെ എല്ലാ ദർസുകളും ഖിദ്മാത്തുകളും സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ ആഫാത്ത് മുസീബാത്തിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. കാമിലായ ഇഖ്ലാസും തഖ്വയും അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സൂറത്തുൽ ബഖറയിൽ 108 വചനങ്ങളാണ് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലൂടെ അവതരിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അല്പാൽപമായി ഇങ്ങനെ തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇതിൻ്റെ ശ്രോതാക്കൾക്കും അതുപോലെ എപ്പോഴും ക്ലാസ് വേണം ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉമർ ഉസ്താദ് അവർകൾക്കുമൊക്കെയും വലിയ ബറകാത്തുകൾ ഫുതുഹാത്തുകൾ അല്ലാഹു നൽകട്ടെ. ആമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أم تريدون أن تسألوا رسولكم كما سئل موسى من قبل ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل. صدق الله العظيم. ഇന്ന് ഒരായത്താണ് നമ്മൾ ചെറിയ നിലക്ക് വിശദീകരിക്കുന്നത്. 109 ആയത്ത്. ഇപ്പോൾ ഓതിയ ആയത്ത് ഇറങ്ങിയതിൻ്റെ പശ്ചാത്തലം പറയുകയാണ്. വനസല, ഈ ആയത്തിറങ്ങി ലമ്മ സഅലഹു അഹ്ലു മക്ക, മക്ക നിവാസികൾ മുത്തുനബിയോട് ചോദിച്ചപ്പോൾ അൻ യുവസ്സിഅഹ, ആ മക്കയിൽ വിശാലത വേണം, ഞങ്ങളുടെ നാടൊന്ന് വിശാലമാക്കി തരണം. ബി ഇസാലത്തിൽ ജബലൈനിൽ മുഹീത്തൈൻ എന്ന് ഇമാം സാവി രേഖപ്പെടുത്തുന്നുണ്ട്. ഇഹാത്ത, മക്കയെ വലയം ചെയ്തു നിൽക്കുന്ന 2 മല അങ്ങ് നീക്കിയിട്ട് അത്രയും ഭാഗം മക്കയിലേക്ക് ആഡ് ചെയ്യണം. അതോടൊപ്പം വേറൊരാഗ്രഹം, വയജഅല സ്വഫ ദഹബൻ, സ്വഫ എന്ന കുന്ന്
അത് കനകമാക്കണം എന്നുള്ള ആവശ്യങ്ങളുമായിട്ട് അഹ്ലു മക്ക മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചു. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അം തുരീദൂന, നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ, അൻ തസ്അലൂ റസൂലക്കും, നിങ്ങളുടെ റസൂലിനോട്, നിങ്ങളുടെ ദൂതരോട്, അല്ലാഹു നിങ്ങളിലേക്ക് അയച്ച ദൂതരോട് ചോദിക്കാൻ, കമാ സുഇല മൂസാ, മൂസ നബിയോട് ചോദിക്കപ്പെട്ടതുപോലെ, മിൻ ഖബ്ലു, മുത്തുനബിയോട് ചോദിക്കുന്നതിന് മുമ്പ് ഇതിന് സമാനമായ ചോദ്യങ്ങൾ മൂസ നബിയോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങളും മുത്തുനബിയോട്, റസൂലിനോട് ചോദിക്കുകയാണോ? വമൻ യതബദ്ദലിൽ കുഫ്ര ബിൽ ഈമാൻ, എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ചോദിച്ചത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല, നട്ടമൊന്നുമില്ല. അല്ലാഹുവിന് നട്ടമില്ല, റസൂലിന് നട്ടമില്ല. വമൻ യതബദ്ദലിൽ കുഫ്ര ബിൽ ഈമാൻ, ആരെങ്കിലും ഈമാനിന് പകരം കുഫ്റിനെ വാരിപ്പുണർന്നാൽ, ഫഖദ് ളല്ല സവാഅസ് സബീൽ. എത്ര മനോഹരമായിട്ടാണ് അല്ലാഹു വിഷയം പറയുന്നത്. ഫഖദ് ളല്ല, അവൻ പിഴച്ചുപോയി തീർച്ച. സവാഅസ് സബീൽ, ഹഖായ ശരിയായ ഋജുവായ പാതയിൽ നിന്ന് അവൻ പിഴച്ചുപോയി, അവൻ മാറിപ്പോയി എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. കമാ സുഇല മൂസ മിൻ ഖബ്ൽ, സഅലഹു ഖൗമുഹു, സമുദായം തന്നെയാണ് മൂസാ നബിയോട് ചോദിച്ചത്. കുറേ ചോദ്യങ്ങളുണ്ട്. ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബൂഅ, ഇതൊരു ചോദ്യമാണ്. അതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ മൂസാ നബിയോട് ഖൗമ ചോദിച്ചിട്ടുണ്ട്. അരിനല്ലാഹ ജഹ്റ, അല്ലാഹുവിനെ പച്ചയിൽ കാണിച്ചു തരണമെന്ന ഒരു ചോദ്യം. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് വലിയ ഉറവകൾ പെട്ടെന്നുണ്ടാക്കി തരണം, എന്നാലേ ഞങ്ങൾ വിശ്വസിക്കൂ എന്നൊക്കെ മൂസ നബി അലൈഹിസ്സലാമിനോട് സമുദായം ചോദിച്ചിട്ടുണ്ട്. അതുപോലുള്ള ചോദ്യമാണ് ഇവിടെ ആവർത്തിക്കുന്നത്. മുത്തുനബിയോടും ചോദിക്കുന്നത്. എന്താണൊരു ചോദ്യം? أخرج ابن إسحاق وابن جرير وابن أبي حاتم عن ابن عباس رضي الله عنه قال رافع بن حريملة ووهب بن زيد لرسول الله صلى الله عليه وسلم يا محمد, അവരുടെ ശൈലിയാണ്, ഇത്തിനാ ബി കിതാബിൻ തൻസിലുഹു അലൈനാ മിനസ് സമാഇ നഖ്റഉ, ഞങ്ങൾക്കൊരു ഗ്രന്ഥം ഇപ്പോൾ അവതരിപ്പിക്കണം. ഔ ഫജ്ജറ ലനാ അൻഹാറൻ നത്തബിഉക വനുസദ്ദിഖുക ഫഅൻസല അല്ലാഹു ഫീ ദാലിക, ഞങ്ങൾക്ക് നെഹ്റുകൾ ഉണ്ടാക്കി തരണം. ഇങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങളുമായി അവർ വന്നപ്പോൾ അല്ലാഹു തആല പറയുകയാണ്, മൂസ നബിയോട് ചോദിച്ചതുപോലെ നിങ്ങൾ മുഹമ്മദ് നബിയോട് ചോദിക്കുകയാണോ? മിൻ ഖബ്ലു മിൻ ഖൗലിഹിം അരിനല്ലാഹ ജഹ്റതൻ വഗൈരി ദാലിക്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മുത്തുനബിയോട് ചോദിച്ചപ്പോൾ അല്ലാഹു അതിൽ ഇടപെട്ട് സംസാരിക്കുകയാണ്. മൻ യതബദ്ദലിൽ കുഫ്ര, കുഫ്റിനെ ഒരാൾ വാരിപ്പുണർന്നാൽ, ബിൽ ഈമാൻ, ഈമാനിന് പകരം സ്വീകരിച്ചാൽ, അയ്യഖുദുഹു ബദലഹു ബിതർക്കിൻ നദ്രി ഫിൽ ആയാത്തിൽ ബയ്യിനാത്ത്, എത്ര ദൃഷ്ടാന്തങ്ങളാണ് ഇവിടെ കാണിച്ചു കൊടുത്തത്,
എത്രയെത്രയാണ് അതിലേക്കൊന്നും നോക്കാതെ വക്തിറാഹി വൈരിഹ, അതല്ലാത്തതൊക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് അങ്ങനെ ഈമാനിന് പകരം കുഫറിനെ വാരിപ്പുണർന്നാൽ ഫഖദ് ളല്ല സവാഅ സബീൽ, അവൻ ശരിയായ മാർഗം വിട്ടുപോയവനാണ്. അഖ്തഅ ത്വരീഖൽ ഹഖ്, സത്യമായ വഴി അതിൽ നിന്നവൻ തെറ്റിപ്പോയി. വസ്സവാഉ ഫിൽ അസ്ലി, എന്താണ് ഈ സവാ എന്ന് പറഞ്ഞാൽ? ഫിൽ അസ്ലി അൽ വസ്തു, വസ്തു എന്നാണ്. വസ്തു എന്ന് പറഞ്ഞാൽ മധ്യമായത്. വജഅലനാകും ഉമ്മത്തൻ വസത്ത എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ആ വസ്താണ് എപ്പോഴും നല്ലത്. ഓവറാകണ്ട, പറ്റ ഇല്ലാതെയും ആകണ്ട. ആ രൂപത്തിൽ ഒരു വസത്തായ ഉമ്മത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത്. അതുകൊണ്ട് അതാണ് ശരിയായ വഴി. ഓവറാകുന്നത് ശരിയല്ല, തീരെ ഇല്ലാതെയാകുന്നതും ശരിയല്ല. അതിൻ്റെ ഇടയിൽ എപ്പോഴും ഒരു മധ്യമമായ നിലക്ക് വർത്തിക്കുന്നവരാകണം എന്ന് ഖുർആനും ഹദീസും ഒക്കെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുത്തുനബിയോട് അത്തരം ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളുടെ ഈമാൻ കളയരുതേ എന്നാണ് അള്ളാഹുവിന് മാലോകരോട് പറയാനുള്ളത്. അള്ളാഹു തആല നമ്മെല്ലാവരെയും ഈമാനിൽ നിന്ന് തെറ്റുന്ന രൂപത്തിലുള്ള ബന്ധങ്ങളും പണികളെടുക്കുന്നതും അള്ളാഹു നമ്മിൽ നിന്ന് ഒഴിവാക്കി തരട്ടെ. ഇന്നത്തെ കാലത്ത് ഈ ആയത്തുകൾക്കൊക്കെ വലിയ പ്രസക്തിയുണ്ട്. കാരണം മൂസാ നബിയോട് ചോദിച്ചതും നബിയോട് ചോദിച്ചതും അങ്ങനെയുള്ള അതിനപ്പുറമുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ഉലമാക്കളോട് ഇന്നത്തെ ജനങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഫഖദ് ളല്ല സവാഅ സബീൽ, അല്ലാഹു തആല സവാഉ സബീലിൽ നമ്മെ എല്ലാവരെയും ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.